കാക്കയുടെ ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ തലയൊഴികെ ബാക്കിയെല്ലാം കാക്ക. അങ്ങനെ വരണമെങ്കിൽ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് രണ്ട് സാധ്യതകളാ ഉള്ളത്. പുട്ടാലും മന്ത്രം ചൊല്ലി, പക്ഷെ മന്ത്രം പകുതി വെച്ച് നിർത്തി കാണും. അതുകൊണ്ട് തല പുട്ടാലു തലയായി നിന്നത്. അതല്ലെങ്കിൽ പുട്ടാലു പാതിമോതിരം ധരിച്ചു കാണും. പാതിമോതിരമോ? അതെ, ആ മൂന്നിനും പിടിച്ച് എന്തു ജീവിയെ തൊട്ടാൽ പകുതി ആ ജീവിയാവും. പുട്ടാലും മോതിരം കയ്യിൽ വെച്ച് കാക്കയെ തൊട്ടു കാണും. കാക്കയുടെ കയ്യിൽ മോതിരമുണ്ടോ? അത് ഞാൻ നോക്കിയില്ല. പോയി നോക്കിയിട്ടു ആ മോതിരമില്ലെങ്കിൽ കോളടിച്ചു. അതെന്താ? മോതിരമില്ലെങ്കിൽ കാക്ക മന്ത്രമാ ചൊല്ലിയത് എന്നർത്ഥം. കാക്ക മന്ത്രം പാടി ചൊല്ലി നിർത്തിയാൽ 6 മാസത്തേക്ക് പഴയ രൂപം കിട്ടില്ല. അയ്യടാ, അത്രയും കാലം അമ്മാവൻ കാക്കയാകും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുറെ കഴിഞ്ഞ് കാക്കയമ്മാവനെ കണ്ടു, മോതിരം കണ്ടില്ല. വെരി ഗുഡ്. അതായത് മുട്ടാലും കാക്ക മന്ത്രമാ ചൊല്ലിയത്, അതും പകുതി. ഇനി 6 മാസം കഴിഞ്ഞ് അമ്മാവൻ റിയൽ അമ്മാവനാകും അല്ലേ? അയ്യടാ, ഈ തക്കത്തിന് അമ്മാവന്റെ പോയൊന്ന് സെർച്ച് ചെയ്തിട്ട് വരാം. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സൂക്ഷിക്കണം, മുട്ടാല് കാക്ക വന്നാൽ കാക്കയല്ലേ, കല്ലെറിഞ്ഞ് ഓടിക്കാം. സംഭവിച്ചത് മറ്റൊന്ന്, അത് ഇവർക്ക് മനസ്സിലായില്ല. വൈകാതെ ഇന്ന് ഞാനൊരു കാലക്കും പടേ. മനസ്സിലായില്ലേ ലുട്ടാപ്പി? പുട്ടാലു പകുതി കാക്കയായതല്ല, ഒരു കാക്ക പകുതി പുട്ടാലു ആയതാ. പാതിമോദനം കയ്യിൽ വെച്ച് കാക്ക പുട്ടാലുവിനെ തൊട്ടു. ശരിയാ, കാക്ക അമ്മാവനെ തൊട്ടാലും മതിയല്ലോ, അത് ഓർത്തില്ല. ഒരു ദിവസം വിക്രമനും മുത്തവും ലൊട്ടുലൊടുക്കിന്റെ ഗുൽഗുലുമാലിന്റെയും പരീക്ഷണശാലയിൽ. ഓം, എടുക്കൂ പറഞ്ഞ സാധനം. പറഞ്ഞ സാധനമോ? വിളച്ചിലെടുക്കരുത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ. ഉള്ള നടത്താൻ പറ്റിയോ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കി വെക്കാൻ. ഇത് തന്നെ. താക്കോലോ? ഇതാണോ കണ്ടുപിടുത്തം? താക്കോലിട്ട് തുറക്കാനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കള്ളത്താക്കോലുകളുടെ കമനീയ ശേഖരണം തന്നെ ഉണ്ട്. ഉരുക്കുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഒരുക്കുന്ന താക്കോൽ, ഒരുക്കൻ താക്കോൽ. അത് കൊള്ളാം. ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാം. അയ്യോ, ആ പൂട്ട് പൊളിക്കല്ലേ. അയ്യടോ, പൂട്ട് ഉരുകി ഒലിച്ചു. അപ്പോൾ ഇതിന്റെ വില ഞങ്ങൾ ഒരു ഇടികൂടി തരട്ടെ. അയ്യോ വേണ്ട, ദുഷ്ടന്മാർ. വൈകാതെ ഇനി നമ്മളൊരു കലക്കും. അത് നേരെ ബാങ്കിലേക്ക് വിടാം. വിക്രമനും മുത്തുവും ബാങ്ക് കവർച്ചയ്ക്കുള്ള പരിപാടിയാ. സെക്യൂരിറ്റി പിടിച്ചു വീഴ്ത്താം. അയ്യോ, ഷട്ടറിന്റെ താഴെ ഉരുകി. വൈകാതെ മുത്തു, പണവും ഗോൾഡും സൂക്ഷിച്ചിരിക്കുന്നത് ഈ മുറിയിലോ. ഒരുക്കി തുറക്ക്. എന്തും ഒരുക്കുന്ന താക്കോൽ, അതാണ് വിദ്യ. ഒരു സൂത്രം ഒപ്പിക്കാം. ടോർച്ചടിക്കാം, കീഹോൾ കാണണ്ടേ. വിക്രമൻ താക്കോൽ കടത്താൻ തുടങ്ങിയതും കീഹോൾ വലുതായി. അമ്മേ, പിന്നെയും ചെറുതായി. ചതിച്ചോ, കൈ കുടുങ്ങി.
രാവിലെ പോലീസ് വരുന്നത് വരെ അങ്ങനെ നിൽക്കട്ടെ. വിക്രമന്റെ കാര്യം പോക്കാം. സ്ഥലം വിടാം. ഏ താൻ പോവുകയാണോ? അയ്യോ, ഛേ, അവന് കാണാനില്ലല്ലോ. ഹൗ, വല്ലാത്ത കൊതുക്. കൊതുക് തിരി കത്തിക്കാം. വെരി ഗുഡ്. നോക്കട്ടെ. പാമ്പ് വടി. ഹിഹി, പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താ പരിപാടി? ഡോങ്കി ആ പിള്ളേരെ പിടിച്ചിട്ടുണ്ട്. ഫോൺ ചെയ്തു പറഞ്ഞു ഇപ്പോ വരും. പിള്ളേര് റെഡി. എത്തിയല്ലോ. വാടാ, പാമ്പ് വടിയോ എടുത്തോ. രണ്ടിനെയും കെട്ടിയിട്ടുണ്ട്. പായും മോടി കെട്ടി. അത് നന്നായി. മായാവിയെ വിളിക്കില്ലല്ലോ. എന്നാൽ മായാവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. എന്തോ വടി കിട്ടിയെന്നോ ഫോണിൽ പറഞ്ഞല്ലോ. അതെ, ദാ ഇത് തന്നെ പാമ്പ് വടി. പാമ്പിനെ തല്ലാനുള്ള വടിയല്ലേ? ഈ അമ്മൂമ്മയുടെ മണ്ടത്തരത്തിന് ഒരു മാറ്റവുമില്ലല്ലോ. നീ പോടാ നീർക്കോലി. പാമ്പിനെ തല്ലാനും ഒന്നും അല്ലടാങ്കിനെ. വടി കൊണ്ട് നിലത്ത് എന്തിൻ്റെയെങ്കിലും പേരെഴുതണം. എന്നിട്ട് അത് വായിച്ചാൽ ആ സാധനം പെരുമ്പാമ്പാകും. അമ്മേ, മനസ്സിലായി. രാജു രാധ എന്ന് എഴുതി ആ പിള്ളേരെ പാമ്പാക്കാം അല്ലേ? അതിനേക്കാൾ കോമഡി പിള്ളേരെ പാമ്പിനെ കൊണ്ട് തീറ്റിക്കുന്നതാ. ശിശേ, അതെങ്ങനെ? നമ്മൾ വടി കൊണ്ട് മാങ്ങ എന്നെഴുതും. മാങ്ങ പാമ്പാവും. ശിശേ, അയ്യടാ വിളിച്ചു. വേഗം എഴുതു. ഒരു മാങ്ങ അവരുടെ അടുത്തു തന്നെ കിടപ്പുണ്ട്. ശിശേ, വീടിനകത്ത് ഒരു കൊതുക് തിരി. ഒരു സൂത്രമുണ്ട്. എഴുതി. പെട്ടെന്ന് കൊതുക് തിരി പറന്നു വന്ന്. ഇതെന്താ? മൂങ്ങ എന്നായി. കുട്ടൂസൻ മൂങ്ങ എന്ന് വായിച്ചതോടെ അയ്യോ, എന്നെ മൂങ്ങ പാമ്പായേ. ബുദൂം. അമ്മോ.